ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സുമി മുഫാസ് ടേസ്റ്റി കിച്ചൺ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആണല്ലോ. ഇന്ന് ഞാൻ എൻ്റെ ഒരു ഇൻട്രോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനൽ നെയിം മാറ്റിയതിനെ കുറിച്ച്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ ഒരു സഹകരണം എനിക്ക് വേണം നമ്മുടെ ചാനൽ നല്ല രീതിയിൽ കൊണ്ടുപോകാനാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന അടിപൊളി ഒരു ബ്യൂട്ടി ടിപ്പിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് ബ്യൂട്ടി പാർലറിലൊന്നും പോകാൻ പറ്റിയില്ല, ഒത്തിരി എക്സ്പെൻസ് ഒന്നും മുടക്കാണ്ട് എങ്ങനെ നല്ല ഫേസിന് വൈറ്റനിങ് എഫക്റ്റ് കിട്ടും എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് നാരങ്ങ, കോഫിപ്പൊടി, പാല്, അല്ലെങ്കിൽ ടൊമാറ്റോ, അരിപ്പൊടി, ഇതൊക്കെയാണ് നമ്മളെ ഇൻഗ്രീഡിയൻസ്. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സ്ക്രബും 2 സ്ക്രബും ഒരു പാക്കിൻ്റെയും കൂടെയുള്ള വീഡിയോ ആണ്. നല്ലൊരു എഫക്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റ്, നമ്മുടെ ഫേസിലൊക്കെ നല്ല സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഡെഡ് ടിഷ്യൂസും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ നന്നായിട്ട് പോയി ഫേസിന് നല്ലൊരു എഫക്റ്റ്. അത് വീക്കിലി നിങ്ങളൊരു ഇടവിട്ട് ഒരു 2-3 ദിവസമെങ്കിലും ചെയ്താൽ വളരെ നല്ല റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായി വേണ്ടത് നമുക്ക് ഫേസ് ചെറു ചൂടുവെള്ളത്തിൽ കഴുകി നന്നായിട്ട് വൃത്തിയാക്കി മുടിയൊക്കെ പുട്ടപ്പ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു ക്ലെൻസറാണ് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി പാലാണ് എടുത്തേക്കുന്നത്. കോട്ടനോ സോഫ്റ്റ് ഏതെങ്കിലും മെറ്റീരിയലോ വെച്ച് ഈ പാലിൽ മുക്കി കുറേശ്ശായിട്ട് നമ്മുടെ ഫേസിലാണെങ്കിൽ നന്നായിട്ട് നമ്മുടെ നോസിൻ്റെ 2 സൈഡ്, നമ്മുടെ ഐയുടെ താഴെയായിട്ടൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത്, പാലിന് ഒരു ക്ലെൻസർ എഫക്റ്റാണുള്ളത്. അപ്പോൾ നമ്മുടെ ക്ലീനിങ് എന്ന പ്രോസസ്സാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഫേസ് ആദ്യം നമ്മൾ ചൂടുവെള്ളത്തിൽ കഴുകി അത് കഴിഞ്ഞ് ഒരു ക്ലീനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിലുള്ള പാല് നല്ലൊരു ക്ലീനിങ് എഫക്റ്റാണ്. അപ്പോൾ ആ മൂക്കിൻ്റെ സൈഡിലൊക്കെ ഉള്ളതും നമ്മുടെ താടിയിൽ അവിടെയൊക്കെ കഴുത്തിൽ എന്ത് പാക്ക് എന്ത് ചെയ്താലും നമ്മുടെ ഫേസും നെക്കും കവർ ചെയ്യാൻ വരുന്ന രീതിയിൽ ചെയ്യണം. അപ്പോൾ അത് ക്ലീനിങ് എന്ന പ്രോസസ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് കൈ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം സാധാ വെള്ളത്തിൽ. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് സ്ക്രബ്ബർ ഉണ്ടാക്കാൻ പോവുകയാണ്. 2 സ്പൂണ് ചെറിയ സ്പൂണ് അരിപ്പൊടി എടുത്തിട്ട് അതിൽ ലേശം ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്, ചെറിയൊരു ചൂട്. എന്നിട്ട് അത് മിക്സ് ചെയ്തത് നമുക്കൊരു ക്രീം എഫക്റ്റിൻ്റെ രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സ്ട്രക്ചറേ വരാവോ, ഒത്തിരി വെള്ളമായി പോകണ്ട. കണ്ടില്ലേ, അത് ഈ ഒരു സ്ട്രക്ചറിൽ വന്നു. അരിപ്പൊടിയും ചൂടുവെള്ളവും മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്കിത് നമ്മുടെ ഫേസിൽ എവിടെയാണോ അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ നോക്കാം. ആദ്യം നമ്മുടെ നെറ്റിയിൽ, എന്നിട്ട് പിന്നെ നോസിൻ്റെ സൈഡ്, കണ്ണിൻ്റെ അടിഭാഗത്ത്, താടിയുടെ അവിടെ, പിന്നെ കഴുത്തിൽ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യണം. ഒരു 6 മിനിറ്റെങ്കിലും നമ്മളിത് നന്നായിട്ട് മസാജ് ചെയ്തെടുക്കുക. സർക്കുലർ മൂവ്മെൻറ്റിലും തിരിച്ചും ഒക്കെയുള്ള രീതിയിൽ മസാജ് ചെയ്യുക. കണ്ടില്ലേ, തിരിച്ചും റൊട്ടേഷൻ ഇങ്ങോട്ടും അങ്ങോട്ടും ആയിട്ടുള്ള രീതിയിൽ മസാജ് ചെയ്യുക. ഇടയ്ക്ക് ആ ഇതിൽ നമ്മൾ തൊട്ടിട്ട്, കാരണം ഡ്രൈ ആവരുത്. നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ആ അരിപ്പൊടിയും വെള്ളവും കൂടെ കലക്കി വെച്ചിരിക്കുന്നത് മുക്കി കൈ കൊണ്ട് നമ്മൾ നന്നായിട്ട് നല്ല രീതിയിൽ ആ മൂക്കിൻ്റെ 2 സൈഡിലും ഒക്കെ നന്നായിട്ട്, അവിടെയൊക്കെ നമുക്ക് ഒത്തിരി വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ്. അതേപോലെ താടി, ചുണ്ടിൻ്റെ 2 അവിടെ, കണ്ണിൻ്റെ പോർഷൻ. അപ്പോൾ ഈ അരിപ്പൊടിക്ക് ഒരു തരി ഉള്ള ഒരു എഫക്റ്റ് ഉള്ളത് കൊണ്ട് നല്ലൊരു സ്ക്രബ്ബറാണ് അരിപ്പൊടി എന്ന് പറയുന്നത്. നമുക്കിത് ഡെയിലി ചെയ്താൽ ഈ അരിപ്പൊടി കൊണ്ടുള്ള ഒരു ക്ലീനിങ് നമുക്ക് ചെയ്താലും നല്ലതാണ്. പക്ഷേ ഈ സ്ക്രബും പാക്കും ഇടുന്നത് ആഴ്ചയിൽ ഒരു 3 ദിവസം മതി കേട്ടോ. അപ്പോൾ നല്ലൊരു എഫക്റ്റ് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ. ഇനി നമുക്കിത് ഒരു 6 മിനിറ്റ് മസാജ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കുക. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയാൽ മതി. എന്നിട്ട് നമുക്കത് ജസ്റ്റ് നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കുക. ആ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ആ വരുന്ന സ്കിന്നിന് വരുന്ന സോഫ്റ്റ്നെസ്സും ആ ഒരു വ്യത്യാസവും നമുക്ക് കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് സ്ക്രബ് എന്ന് പറയുന്നത് പഞ്ചസാരയും ഒരു ചെറിയ ടൊമാറ്റോയുടെ പകുതി കട്ട് ചെയ്തതും കൂടെ ആയിട്ട് ജസ്റ്റ് പഞ്ചസാരയിൽ ടൊമാറ്റോ മുക്കി നന്നായിട്ട്, ടൊമാറ്റോയ്ക്ക് ഒരു ബ്ലീച്ച് എഫക്റ്റും കൂടിയാണ് ഉള്ളത്. നന്നായിട്ട് ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവുക. അത് കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയുക. എപ്പോഴും ഫേസും നെക്കിലും വരുന്ന രീതിയിൽ വേണം ഇത് സ്ക്രബ് ചെയ്യേണ്ട. ഒരു 6 മിനിറ്റ് സ്ക്രബ് ചെയ്യുകയും വേണം. എന്നിട്ട് ഇത് വാഷ് ചെയ്യുമ്പോൾ എന്ത് നല്ല എഫക്റ്റാണെന്ന് അറിയാമോ. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ ആ ചെയ്യുന്ന പോർഷൻ സ്കിന്ന് വരുന്നത്. അപ്പം മൂക്കിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്യാൻ നോക്കണം കേട്ടോ. ഇനി നമ്മൾ പാക്കിൻ്റെ ഇതിലോട്ട് പോവുകയാണ്. 3 കുഞ്ഞു ടീസ്പൂൺ അരിപ്പൊടി, അതുപോലെ തന്നെ 3 ടീസ്പൂൺ കോഫിപ്പൊടി എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള പൊടി തന്നെ എടുക്കണം. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ മഞ്ഞൾപ്പൊടി ചില ആൾക്കാർക്ക് നമുക്ക് സ്കിന്നിന് ബുദ്ധിമുട്ടാണെങ്കിൽ 1 സ്പൂൺ മിൽട്ടാണി നിങ്ങൾ എടുത്താൽ മതി. അത് 1 സ്പൂൺ ഇടുക. പിന്നെ 1 സ്പൂൺ റോസ് വാട്ടർ, 1/2 മുറി നാരങ്ങ, 2 ടീസ്പൂണോളം തേൻ ഏതായാലും കുഴപ്പമില്ല. തേന് 2 ആ കുഞ്ഞ് എല്ലാം 1 സ്പൂണിൻ്റെ അളവിനാണ് ഞാൻ എടുക്കുന്നത്. കുഞ്ഞ് സ്പൂണാണ്.
എന്നിട്ട് അതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്പോൾ നമുക്കൊരു തിക്നെസ് തോന്നുകയാണെങ്കിൽ ഇത് പാല് ലേശം ബാലൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പാലൊഴിച്ച് കുറേശ്ശെ ആയിട്ട് വെള്ളം കൂടി പോകരുത്. ഇത് ഈ ഒരു എഫക്റ്റിൽ കിട്ടുക. മിൽട്ടാണി മിൽട്ടി മഞ്ഞളിന് പകരം ഇട്ടാൽ വളരെ നല്ല എഫക്റ്റാണ്. മിൽട്ടാണി മിൽട്ടി ഓൾറെഡി നല്ലൊരു പാക്കാണ്. അപ്പോൾ അതും കൂടെ ഇടുക നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇടുക. ഇപ്പോൾ ഞാനിപ്പോൾ മഞ്ഞളാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു സ്ട്രക്ചറിൽ മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം കൈകൊണ്ട് തന്നെ, ബ്രഷ് ഒന്നും വേണ്ട, കൈകൊണ്ട് തന്നെ നന്നായിട്ട് നല്ല തിക്കായിട്ട് തന്നെ ഇതെല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ നെറ്റിയിലും നമ്മുടെ നോസിൻ്റെ 2 സൈഡ്, കണ്ണിൻ്റെ താഴെ 2 വശത്തും, പിന്നെ ചുണ്ടിൻ്റെ അവിടെയായിട്ട്, പിന്നെ നെക്കിൽ മൊത്തത്തിൽ കവർ ചെയ്ത് നന്നായിട്ട് തേച്ച് നന്നായിട്ട് പിടിപ്പിക്കുക. നമ്മൾ അന്നേരം മസാജ് ഒന്നും ചെയ്യേണ്ട. കാര്യം ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി 20 മുതൽ 25 മിനിറ്റ് വരെ നമുക്ക് ഡ്രൈ ആവാൻ വേണ്ടി വെക്കാം. ഈ പാക്കും അല്ലെങ്കിൽ ഈ സ്ക്രബ്ബറും നമുക്ക് ഒരു അലർജിയോ നമ്മുടെ ഏത് സ്കിന്നിന് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഡ്രൈ സ്കിന്നോ നോർമലി സ്കിന്നോ ഓയിലി സ്കിന്നോ ഒരു അലർജിയോ ഒന്നും വരത്തില്ല. നമ്മൾ ക്രീമും മേടിക്കേണ്ട ഒന്നും വേണ്ട, ബ്യൂട്ടി പാർലറിൽ പോകേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ എന്ത് സിമ്പിളായിട്ട് നമുക്കൊരു വൈറ്റനിങ് എഫക്റ്റ് നമ്മുടെ ഫേസിന് കൊടുക്കാം. അപ്പോൾ ഒരു 20 മിനിറ്റ് 25 മിനിറ്റോളം കഴിഞ്ഞു. ഞാനിത് തുടച്ച് മാറ്റുന്നില്ല, ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുകയാണ് കേട്ടോ. സാധാ വെള്ളമാണ്, ജസ്റ്റ് നനച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് അതിലോട്ട് ആ ഫേസ് ആണെങ്കിൽ അവിടെ നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഈ പാക്ക് കേട്ടോ നന്നായിട്ട് ചെറുതായിട്ട് ഇച്ചിരി വെള്ളം തൊട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് നല്ല രീതിക്ക് നോസിലും എല്ലായിടും വരാൻ പാകത്തിന് നന്നായിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് മസാജ് ചെയ്യാം. അപ്പോൾ വെള്ളം ഡ്രൈ ആയിട്ട് വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇച്ചിരി വെള്ളം കൂടെ തൊട്ട് നന്നായിട്ട് ചെയ്യുക. നമ്മുടെ എത്രത്തോളം ഇത് എഫക്റ്റീവാണ് എന്നുള്ളത് നിങ്ങൾക്ക് അത് നേരിട്ട് നിങ്ങൾക്ക് കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. എനിക്ക് നല്ലൊരു ചേഞ്ചിങ് റിസൾട്ടാണ് എനിക്ക് ഈ ഒരു 2 സ്ക്രബും ഈ ഒരു പാക്കും കൂടെ ഞാൻ ഫസ്റ്റ് ടൈമിൽ തന്നെ എനിക്ക് ആ ഒരു മാറ്റം എനിക്ക് അറിയാൻ പറ്റി. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ വരികയാണെങ്കിൽ ഒരു കുറച്ച് ദിവസം മുന്നേ തന്നെ നമ്മൾ ഒരു 1.5 ഇടം വിട്ടൊക്കെ നമുക്കിത് നന്നായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് നല്ല റിസൾട്ടാണ്. നല്ലൊരു സോഫ്റ്റാണ് കേട്ടോ സ്കിന്ന്, നല്ലൊരു വൈറ്റനിങ് എഫക്റ്റും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് എന്തായാലും യൂസ് ചെയ്ത് നോക്കുക. അതിൻ്റെ എത്രത്തോളം അത് നിങ്ങൾക്കത് യൂസ്ഫുൾ ആയി എന്നുള്ളത് ചെയ്ത് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. എല്ലാ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാം. അലർജിയോ ഒന്നും വല്ല, നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. ആ മഞ്ഞപ്പൊടിയുടെ മാത്രമേ ഉള്ളൂ. ചിലവർക്കത് സ്കിന്നിന് പറ്റിയില്ലെങ്കിൽ അതിന് പകരം മിൽട്ടാണി മിൽട്ടി യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ വളരെ യൂസ്ഫുൾ ആകുമെന്ന് തന്നെയാണ് കരുതുന്നത്. എനിക്കിത് ഫസ്റ്റ് ടൈം തന്നെ യൂസ് ചെയ്തപ്പോൾ അതിൻ്റെ റിസൾട്ട് എനിക്ക് നല്ല പോസിറ്റീവായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഫേസിന് ഇത്രയും ഒരു മാറ്റം വന്നു എന്നുള്ളത് എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് യൂസ് ചെയ്ത് നോക്കുക. എപ്പോഴും ഫേസിലും നെക്കിലും കൂടെ ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ എല്ലാ സ്ക്രബ് യൂസ് ചെയ്യുമ്പോഴും 5 മിനിറ്റ് ഡ്രൈ ആയ ശേഷം മാത്രമേ വാഷ് ചെയ്യാവൂ. പാക്ക് 20 മിനിറ്റെങ്കിലും കുറഞ്ഞത് ഇടുക. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ 2 സ്ക്രബും ഒരു പാക്കും ഉള്ള വീഡിയോ ഇവിടെ കഴിഞ്ഞു. എൻ്റെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. വീണ്ടും ഒരു വീഡിയോ